എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. iPlusന്റെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എക്സാമുമായി ബന്ധപ്പെട്ട് മോഡ്യൂൾ 6ന്റെ MCQ ഡിസ്കഷൻ ആണ്. സോ മോഡ്യൂൾ 6 എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് GTAW, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്, അല്ലെ, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ GTAWയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഹിസ്റ്ററി ഓഫ് GTAW, പ്രിൻസിപ്പിൾ, ഇവിടെ യൂസ് ചെയ്യുന്ന പവർ സോഴ്സ്, നമ്മൾ GTAWയിൽ യൂസ് ചെയ്യുന്ന ടോർച്ച്, അതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോഡ്, അവിടെ യൂസ് ചെയ്യുന്ന ഷീൽഡിംഗ് ഗ്യാസ്, ദെൻ GTAW പാരാമീറ്റേഴ്സ്, ദെൻ അവിടെ നമ്മൾ അലൂമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ അങ്ങനെയുള്ള മെറ്റൽസ് വെൽഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ, ദെൻ അവിടെ ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് GTAWയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇൻ എ ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്, ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് only heat is used, ഓപ്ഷൻ ബി only pressure is used, ഓപ്ഷൻ സി heat and pressure is used, ഓപ്ഷൻ ഡി none of the above. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫോർമാൻ സിഡ്കോയിലേക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഓക്കെ, ഇത്തരത്തിൽ ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്സിൽ ഹീറ്റ് മാത്രമാണോ അതോ പ്രഷർ മാത്രമാണോ, ഹീറ്റും പ്രഷറും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അതോ ഇതൊന്നുമല്ല എന്നുള്ളതാണ് നാലാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ എന്തായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക? പറഞ്ഞോളൂ. സജ്ജു, ശരൺ, ശ്രീജിത്ത്, ജുബിത്ത്, ഉണ്ണികൃഷ്ണൻ, എല്ലാവരും ഉണ്ടല്ലോ. യെസ്, ഓപ്ഷൻ സി ശരൺ, ഓപ്ഷൻ സി സജ്ജു, യെസ്, ഓപ്ഷൻ സി. എല്ലാവരും ഓപ്ഷൻ സി ആണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി വരുന്നത്? ഫ്യൂഷൻ വെൽഡിങ് നമുക്കറിയാം. ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ആർക്ക് വെൽഡിങ്, അല്ലെങ്കിൽ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ്, അല്ലെങ്കിൽ GMAW വെൽഡിങ്, അതെല്ലാം എന്ത് തന്നെയാണ്? ഫ്യൂഷൻ വെൽഡിങ് ആണ്, അല്ലെ? സോ നമ്മൾ വെൽഡിങ്ങിന്റെ ബേസിക് ഡെഫിനിഷൻ അല്ലെങ്കിൽ വെൽഡിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനകത്ത് തരത്തിൽ പ്രഷർ വെൽഡിങ്, ഫ്യൂഷൻ വെൽഡിങ്, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്, അങ്ങനെയൊക്കെയുള്ള തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെ? അതായത് നമ്മളുടെ ആ ഒരു ഹീറ്റിംഗ് ഇഫക്റ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജോയിനിങ് പ്രോസസ് നടക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതെല്ലാം ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പ്രഷർ കൊടുക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ പ്രഷർ കൊടുക്കുന്നുണ്ടോ? ഇല്ല. നമ്മളിപ്പോ ഈ തരത്തിൽ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് നമ്മൾ പഠിച്ചു, അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രഷർ കൊടുക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ടിഗ് വെൽഡിംഗ് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ആർക്ക് വെൽഡിംഗ് നമ്മൾ പഠിച്ചു. അത്തരത്തിലുള്ള ഫ്യൂഷൻ വെൽഡിങ്ങിൽ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രഷർ കൊടുക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു? നമ്മളിപ്പോ നിലവിൽ ഇത്രയും മൊഡ്യൂൾസുകൾ കവർ ചെയ്ത് വന്നു, അല്ലെ? ഗ്യാസ് വെൽഡിംഗ് നമ്മൾ പഠിച്ചു, അവിടെ പ്രഷർ കൊടുക്കുന്നതായിട്ട് പറഞ്ഞു നമ്മൾ. അതുപോലെ തന്നെ ആർക്ക് വെൽഡിംഗ് നമ്മൾ പഠിച്ചു, അവിടെ പ്രഷർ അപ്ലൈ ചെയ്താന്ന് പറഞ്ഞു. അതുപോലെ തന്നെ GMAW പഠിച്ചു, പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ടോ? അതല്ല GTAW, നമ്മളിപ്പോ ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന GTAW, അല്ലെങ്കിൽ അതും ആർക്ക് വെൽഡിംഗ് തന്നെയാണ് ബേസിക്കലി. അവിടെ നമ്മൾ പ്രഷർ കൊടുക്കുന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ടോ? ഉണ്ടോ? ഫില്ലർ റോഡ് കൊടുക്കുന്നുണ്ടോ? ഫില്ലർ റോഡിനെ മെൽറ്റ് ചെയ്യുക ചെയ്യുക, അല്ലെ? ഫില്ലർ റോഡിനെ മെൽറ്റ്, അത് ഈ ഷീൽഡിംഗ് ഇഫക്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അത്തരത്തിൽ നമ്മൾ നോസിൽ. സോ നോസിൽ എന്ന് പറയുന്നത് ഈ പറയുന്നത് അവിടെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള എന്താണ് ഈ പറഞ്ഞ ഗ്യാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഫ്യൂഷൻ വെൽഡിങ്ങിൽ നമ്മൾ പ്രഷർ, അതായത് നമ്മൾ ഈ പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത്, അവരിവിടെ ഈ പ്രഷർ വെൽഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ ആ ഒരു മെറ്റൽ പീസിന് പ്രഷർ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ഈ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് ഇത് ചോദ്യം വരുന്നത്. അവിടെ നമ്മൾ ഈ പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ യൂസ് ചെയ്യുന്ന ഷീൽഡിംഗ് ഗ്യാസിന്റെ പ്രഷർ അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു വെൽഡിംഗ് പ്രോസസ് ചെയ്യുന്നതിനായി, വെൽഡിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് മെറ്റലുകൾ നമ്മൾക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ്. ആ ഒരു വെൽഡിംഗ് പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്സിൽ പ്രഷർ നമ്മൾ ഈ പറയുന്ന വർക്ക് പീസിലേക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ റെസിസ്റ്റൻസ് വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രഷറൈസ്ഡ് വെൽഡിംഗ് ആണ്. കാര്യം അവിടെ എന്താണ്, നമ്മൾ ഈ പറയുന്ന ഹീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ കൊടുക്കുന്നുണ്ട്. ഓക്കെ,
സോ അത് ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള വെൽഡിംഗ് ആണ്. ഫ്രിക്ഷൻ വെൽഡിംഗിനകത്ത് നമ്മൾ പ്രഷർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ വർക്ക് പീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ, അതായത് ഈ ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്, അപ്പൊ നമ്മളുടെ കോൺസെപ്റ്റിനകത്ത് ഈ പറയുന്ന ഡൗട്ട് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ്. അതായത് അത് തന്നെയാണ് ഡൗട്ട് ഇവിടെ വന്നതും. അതായത് നമ്മൾ ഈ ഷീൽഡിംഗ് ഗ്യാസ് പ്രഷർ കൊടുക്കുന്നില്ലേ? ഷീൽഡിംഗ് ഗ്യാസിൽ പ്രഷർ കൊടുക്കുന്നത് വെൽഡിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ആ ഒരു ഷീൽഡിംഗ് ഇഫക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആ ഒരു പ്രോസസ്സിന്റെ ബേസിക് കോൺസെപ്റ്റില് ഫ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് മെറ്റലുകൾ ഫ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മെൽറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ജോയിനിങ് പ്രോസസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ പ്രഷർ വെൽഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ആ ഒരു വെൽഡിംഗ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് വർക്ക് പീസിലേക്ക് പ്രഷർ കൊടുത്തുകൊണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് ഉത്തരം എന്ത് തന്നെയാണ്? ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്സിൽ ജനറലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു പെർട്ടിക്കുലർ മെറ്റലിനെ ഉരുക്കിയിട്ട് അല്ലെ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് എത്തിച്ചുകൊണ്ട് നോർമലി പ്രഷർ ഒന്നും അപ്ലൈ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാകും? അത് തണുക്കുന്ന മുറയ്ക്ക് അല്ലെ, അല്ലെങ്കിൽ അത് കൂൾ ചെയ്യുന്ന മുറയ്ക്ക് അത് ജോയിൻ ചെയ്തൊരു സിംഗിൾ പീസായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വർക്ക് പീസായി മാറിയിട്ടുണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് പറയാം ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഓൺലി ഹീറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രോസസ്, ഫോർ ദ വെൽഡിംഗ് പ്രോസസ്. വെൽഡിംഗ് പ്രോസസ്സിന് അവിടെ എന്താണ്? ഹീറ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? സജു, ജുബിത്ത്, ശ്രീത്ത്, സരൺ, ഉണ്ണികൃഷ്ണൻ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ ഓർത്തിരുന്നാൽ മതി, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റൻ വന്നാൽ കൺഫ്യൂഷൻ ആവരുത്. അപ്പോ ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നല്ലോ, ഇതുപോലെ എക്സാമിന് വരാതിരുന്നാൽ മതി, കുഴപ്പമില്ല. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഗ്രേ കാസ്റ്റേൺ ഈസ് യൂഷ്വലി വെൽഡഡ്? ഓപ്ഷൻ എ ടിഗ്, ഓപ്ഷൻ ബി മിഗ്, ഓപ്ഷൻ സി ഗ്യാസ് വെൽഡിംഗ്, ഓപ്ഷൻ ഡി ആർക്ക് വെൽഡിംഗ്. By which one of the following method gray cast iron is usually welded? Cast iron, TIG, MIG, gas welding, arc welding. Yes, yes. Sharon A, Nikushan A. എന്തുകൊണ്ടാണ് എ നമ്മൾ പറഞ്ഞത്? ഇന്നത്തത് നമ്മൾ ടിഗ് ആയതുകൊണ്ടാണോ? അങ്ങനെയല്ല, ഇതൊരു ചോദ്യം ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഇവിടെ ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഗ്രേ കാസ്റ്റ് അയൺ, അപ്പോ അത് ഈ പറയുന്ന മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലെ, ഗ്രേ കാസ്റ്റ് അയൺ. സോ ഗ്രേ കാസ്റ്റ് അയൺ നമ്മൾ എങ്ങനെയാ സാധാരണ ചെയ്യുന്നുണ്ടാവുക? ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത്, നമ്മൾ ഈ പറയുന്ന 4 ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ടിഗ് വെൽഡിംഗ്. ടിഗ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അലൂമിനിയം, മഗ്നീഷ്യം ഒക്കെയാണ്, അല്ലെങ്കിൽ സ്റ്റീല്, അല്ലെങ്കിൽ അലൂമിനിയം, മഗ്നീഷ്യം, കോപ്പർ, നിക്കൽ, കോപ്പർ, നിക്കൽ, ഓക്കെ, അല്ലെങ്കിൽ നിക്കൽ അലോയ്സ്, കോപ്പർ അലോയ്സ്, അലൂമിനിയം, മഗ്നീഷ്യം, സ്റ്റീല്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ കാസ്റ്റേൺ നമ്മൾ കണ്ടിരുന്നോ? ടിഗ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കാസ്റ്റേൺ നമ്മൾ കണ്ടിരുന്നോ? ഇല്ല അല്ലെ, കാസ്റ്റേൺ നമ്മൾ കണ്ടിരുന്നില്ല. അപ്പൊ പൊതുവെ കാസ്റ്റേൺ എന്ന് പറയുന്നത്, യെസ്, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണിത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ നമുക്ക് വെൽഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ സി, ഗ്യാസ് വെൽഡിംഗ്. ഗ്യാസ് വെൽഡിംഗ്. ഓക്കെ, സോ ഗ്യാസ് വെൽഡിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഇത്തരത്തിൽ നമുക്ക് കാസ്റ്റ് അയണിനെ, നമുക്ക് ഗ്രേ കാസ്റ്റ് അയണിനെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് മെത്തേഡ് ആണെന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും നമുക്ക് ഇവിടെ, അല്ലെങ്കിൽ എക്സാം ഹോളിൽ വരുമ്പോൾ കുറച്ചുകൂടി കൺഫ്യൂസിങ് ആയിരിക്കും. മൊത്തത്തിൽ നമ്മൾ പാക്ഡ് ആയിരിക്കും, എല്ലാ മൊഡ്യൂൾസും നമുക്ക് ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ചില ക്വസ്റ്റ്യനുകൾ ഇങ്ങനെയാണ്, നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരും. അപ്പൊ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. സിറ്റ്കോയിൽ ഫോർമാറ്റ് ചോദിച്ചിട്ടൊരു ചോദ്യമാണ്. വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഗ്രേ കാസ്റ്റൺ ഈസ് യൂഷ്വലി വെൽഡ് ചെയ്തിരിക്കുന്ന ഏത് മെത്തേഡ് ആണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഗ്യാസ് വെൽഡിംഗ് ആണ്. ഗ്യാസ് വെൽഡിംഗ്. യെസ്, ഓപ്ഷൻ സി ആണ് കേട്ടോ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ ആണോ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവും. കാസ്റ്റ് അയൺ നമുക്കറിയാം, ബേസിക്കലി കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രീ ഹീറ്റിംഗ് ചെയ്യാറുണ്ട്, പോസ്റ്റ് ഹീറ്റിംഗ് ചെയ്യാറുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് ഇത്തരത്തിൽ ആർക്ക് വെൽഡിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഇത്തരത്തിൽ നോക്കുന്ന സമയത്ത് തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും യൂഷ്വൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി, ഗ്യാസ് വെൽഡിംഗ്. ആണോ? ക്ലിയർ ആണോ? യെസ്, മനസ്സിലാക്കി വരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം.
വെൽഡർ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് 2015 ചോദിച്ചൊരു ചോദ്യമാണ്. 2015 ചോദ്യമാണ്. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ സൈസ് ഓഫ് ഗ്യാസ് നോസിൽ യൂസ്ഡ് ഫോർ 6 mm diameter tungsten in TIG welding process? What is the size of gas nozzle? Gas nozzle. ഇത്തരത്തിൽ നോസിൽ നമ്മൾ പഠിച്ചു. നോസിൽ അല്ലെ, ഗ്യാസ് നോസിൽ. അപ്പൊ ഗ്യാസ് നോസിലിന്റെ സൈസ് അല്ലെ, ഗ്യാസ് നോസിലിന്റെ സൈസ് പറയുന്നത് എത്ര? 6 mm ഡയമീറ്റർ ഉള്ള ടങ്സ്റ്റൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു നോസിൽ സൈസ് എത്രയാണ്? ഇനി mm എത്രയാണെന്നുള്ളതാണ്. നോസിലിന്റെ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഡയമീറ്ററും അതിന്റെ ലെങ്തുമാണ്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നോസിലിന്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ടാവുക. ലെങ്ത് ആൻഡ് ഡയമീറ്റർ ആണ്. സോ ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് വാട്ട് ഈസ് ദ സൈസ് ഓഫ് ഗ്യാസ് നോസിൽ? ഗ്യാസ് നോസിൽ യൂസ്ഡ് ഫോർ 6 mm ഡയമീറ്റർ. 6 mm ഡയമീറ്റർ ആണ്. യെസ്. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ എ തന്നെയാണ്. ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ടേബിൾ പഠിച്ചാൽ മതി നമ്മൾ. ഓക്കെ, ഈ ഒരു ടേബിൾ മാത്രം പഠിച്ചാൽ മതി. സോ സൈസ് എന്ന് പറയുന്നത് അവിടെ ഡയമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. സൈസ് 5 മുതൽ 20 എന്നാണ് സൈസ്. 5 മുതൽ 20 mm അല്ലെ, 5 mm മുതൽ 20 mm ആണ് സൈസ്. നമ്പർ നോക്കിയേ, ദാറ്റ് ഈസ് നമ്പർ 3 to നമ്പർ 12 ആണ് ഉള്ളത്. നമ്പർ 3 to 12 ആണ്. അപ്പൊ ഇത്തരത്തിൽ 6 എന്ന് പറയുന്ന നമ്പർ കറസ്പോണ്ടിങ് എത്ര mm ആണ്? സൈസ് എന്ന് പറയുന്നത് എത്ര സൈസാ? 10 സൈസ് ആണ്. സൈസ് ഇൻ mm എന്ന് പറഞ്ഞാൽ 10 mm ആണ്. 10. അപ്പൊ 6 എന്ന് പറയുന്ന നമ്പർ, 6 എന്ന് പറയുന്ന നോസിൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? കറസ്പോണ്ടിങ് സൈസ് ഓഫ് ദ നോസിൽ എന്ന് പറയുന്നത് എന്താണ്? 10 mm ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ ഇതാണ് അവിടെ ചോദ്യമായിട്ട് വന്നത്. ഓക്കെ. ഇപ്പൊ 6 എന്ന് പറയുന്ന നമ്പർ, 6 എന്ന് പറയുന്ന നോസിൽ ബേസിക്കലി എത്ര സൈസ് ആണ്? 10 mm സൈസ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അതുപോലെ മറ്റു ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്പർ 3. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ശരിക്കും എന്താണ് 9, 8 അല്ലെങ്കിൽ ആ ഒരു സൈസ് അല്ലെങ്കിൽ എന്താണ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 3 മുതൽ 12 വരെ കണ്ടിന്യൂസ് നമ്പറാണ്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അങ്ങനെ 3 മുതൽ 12 ആണ്. അപ്പൊ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട്, ടിഗ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നോസിലിന്റെ ആ ഒരു നമ്പർ 3 മുതൽ 12 ആണ്. 3 മുതൽ 12 ആണ്. അപ്പൊ അതിന്റെ സൈസ് 5 മുതൽ 20 ആണ്. 5 മുതൽ 20 ആണ്. ഓക്കെ, 5 മുതൽ 20 ആണ്. അപ്പൊ ഏകദേശം ഒരു ഉദാഹരണം മതി. ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പോകണമെങ്കിൽ 20, 18, 16, 14, 12 പിന്നീട് ഇത്രയും രണ്ടിന്റെ ഒരു ഡിഫറൻസ് പോകുന്നത് അല്ലെ. 20 മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ രണ്ടിന്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് മുകളിലോട്ട് കയറി പോകുന്നത് അല്ലെ. 20, 18, 16, 14.5 കിടന്നോട്ടെ, 14 അല്ലെങ്കിൽ 12, പിന്നീട് 11, 10, പിന്നെ 8, 6.3 ആൻഡ് 5 എന്നുള്ളതാണ് വാല്യൂ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ നമ്മുടെ ജസ്റ്റ് ഒരു ഐഡിയ വേണം. ഇത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് കയറി വരും. ഓക്കെ, അപ്പോൾ അത് വിട്ട് കളയരുത്. ഇത്തരത്തിൽ ടങ്സ്റ്റൺ ആർക്ക് അല്ലെങ്കിൽ ടിഗ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട്, ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ ആ ഒരു നോസിൽ സൈസുമായി ബന്ധപ്പെട്ടാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോ നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മുതൽ 12, സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മുതൽ 20. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു ഐഡിയ നമുക്ക് ആദ്യം ഈ പറയുന്ന നമ്പർ അങ്ങ് എഴുതിയിടുക. അപ്പൊ അതിനുശേഷം നമുക്ക് ഈ പറയുന്ന താഴെ മുകളിലേക്ക് 20 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ പഠിക്കുക, അല്ലെങ്കിൽ 5 താഴോട്ട് ഇങ്ങനെ എഴുതി വരിക. ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഇത്തരത്തിൽ ആറാമത്തെ നമ്പർ എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് എത്രയാണ്? 10 ആണ് അല്ലെ, 10 ആണ്. സോ മനസ്സിലാക്കിയിരുന്നാൽ മതി. ക്ലിയർ ആയെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ഇൻ വിച്ച് among the following welding process filler wire is not an electrode? Which among the following welding process filler wire is not an electrode? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. തന്നിരിക്കുന്ന പ്രോസസ്സിനകത്ത് ഫില്ലർ വയർ എന്ന് പറയുന്നത് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യാത്തത് ഏത്? ഓക്കെ, യെസ്, ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ്. ടിഗ് കറക്റ്റ് ആണ്, എല്ലാവർക്കും കറക്റ്റ് ആണ്, തെറ്റൊന്നുമില്ല. സോ ടിഗ് എന്ന് പറയുന്ന വെൽഡിംഗ് പ്രോസസ് ആണ്. അവിടെയാണ് നമ്മൾ ഇത്തരത്തിൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫില്ലർ വയർ ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യാത്ത ഒരു പ്രോസസ് എന്ന് പറയുന്ന ടിഗ് ആണ് അല്ലെ. സോ മിഗ്, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, അവിടെ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ് ആണ്. ദാറ്റ് മീൻസ് ആ ഒരു വയർ അല്ലെ, ആ ഒരു ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഫില്ലർ മെറ്റലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, സാധാരണ നമ്മൾ ചെയ്യുന്ന ആർക്ക് വെൽഡിംഗ് ഇലക്ട്രോഡ് യൂസ് ചെയ്യാറുണ്ട്. കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ് ആണ്.
സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്, എഗെയിൻ നമ്മൾ അവിടെ വയർ ഫീഡ് ചെയ്യുന്നുണ്ട്. സോ അതും എന്താണ് ഇത്തരത്തിൽ ആ ഒരു രീതിയിൽ ഫില്ലർ വയർ ഇലക്ട്രോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ തന്നെയാണ്, ടിഗ് വെൽഡിംഗ് തന്നെയാണ്. മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇത്, ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ ടിഗ് വെൽഡിംഗ്, distance of the electrode from the nozzle exit is called dash. In TIG welding, the distance of the electrode from nozzle exit is called dash. Protrusion, projection, stick out, overlap. In TIG welding, the distance of the electrode from nozzle exit is called dash. Yes. അപ്പൊ ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം എന്ത് തന്നെയാണ്? നമ്മൾ ഈ പറയുന്ന സ്റ്റിക്ക് ഔട്ട് എന്ന് പറയുന്ന ഉത്തരം തന്നെയാണ് ഇവിടെ വരിക. സ്റ്റിക്ക് ഔട്ട് തന്നെയാണ് ഇവിടെ വരിക. ഓക്കെ. അപ്പൊ ഓർത്തിരുന്നാൽ മതി. ഇത്തരത്തിൽ ടിഗ് വെൽഡിങ്, നമ്മൾ സ്റ്റിക്ക് ഔട്ട് ബേസിക്കലി ജനറലി നമ്മൾ പഠിച്ചത് GMAW ബന്ധപ്പെട്ടാണ്. നമ്മൾ അത്തരത്തിൽ ആ ഒരു കോണ്ടാക്ട് ട്യൂബിന്റെ ആ ഒരു ടിപ്പ് മുതൽ എന്താണ് ആ ഒരു ഇലക്ട്രോഡിന്റെ എന്താണ് എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റിക്ക് ഔട്ട് ജനറലൈസ് ചെയ്ത് പഠിച്ചത്. ഓക്കെ. എന്നാൽ ടിഗ് വെൽഡിങ്ങിലും ഇത്തരത്തിൽ ഇലക്ട്രോഡിൽ നിന്നും പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് അല്ലെ, ഇത്തരത്തിൽ ആ ഒരു നോസിൽ എക്സിറ്റിൽ നിന്നും നോസിലിന്റെ പുറത്തു നിന്നും ആ ഒരു ഇലക്ട്രോഡ് പുറത്തേക്ക് വരുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ എന്ത് തന്നെയാണ് വിളിക്കുക? സ്റ്റിക്ക് ഔട്ട് എന്ന് തന്നെയാണ് വിളിക്കുക. എനിക്ക് തോന്നുന്നു ഒരു ESROയിലേക്കുള്ള ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് സ്റ്റിക്ക് ഔട്ട് തന്നെയാണ് കേട്ടോ, മനസ്സിലാക്കിയിരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഓഫ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് യൂസ്ഡ് ഇൻ ടിഗ് വെൽഡിംഗ്? വാട്ട് ഈസ് ദ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്? ട്രേഡ്സ്മാൻ എക്സാം നമ്മളുടെ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. വാട്ട് ഈസ് ദ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഓഫ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഈസ് യൂസ്ഡ് ഇൻ ടിഗ് വെൽഡിംഗ്? അല്ലെ, ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗില് ഹൈ മെൽറ്റിംഗ് പോയിന്റോട് കൂടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് കാർബൺ ഇലക്ട്രോഡ് ആണ്. ഓഫ് കോഴ്സ് കാർബൺ ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഒരു നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ് ആണ്. പക്ഷേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല, ടിഗിൽ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒഴിവാക്കാം. കോപ്പർ ഇലക്ട്രോഡ്, ദെൻ ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, അലൂമിനിയം ഇലക്ട്രോഡ്. യെസ്. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? നമുക്കറിയാം ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആണ്. ടങ്സ്റ്റണിന്റെ പ്രത്യേകത ഹൈ മെൽറ്റിംഗ് പോയിന്റ് അല്ലെ, ഏകദേശം 3380 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയാണ്, മെൽറ്റിംഗ് പോയിന്റ് ആണ് ഉണ്ടാവുക അല്ലെ. സോ ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് ആണെന്നുള്ളത് നമുക്കറിയാം. ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ പലയിടത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഫിലമെന്റ് ആയിട്ട് നമ്മൾ ടങ്സ്റ്റൺ യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കുറേയധികം യൂസേജ് ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. യെസ്. അപ്പൊ അവിടെ ഈ പറയുന്ന ചോദ്യത്തില് നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഹൈ മെൽറ്റിംഗ് പോയിന്റോട് കൂടി ടിഗ് വെൽഡിംഗിൽ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തന്നെയാണ്. ദാറ്റ് ഈസ് ടങ്സ്റ്റൺ. ഓപ്ഷൻ സി ആണ് അല്ലെ. സംശയമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യം, ഇൻ വിച്ച് ഇയർ GTAW ഫസ്റ്റ് ഡെവലപ്ഡ്? ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമേ ഉള്ളൂ. എന്താണ്, ഏത് വർഷത്തിലാണ് ആ ഒരു GTAW ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത്? യെസ്, സംശയമൊന്നും വേണ്ട, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു ചോദ്യം തന്നെയാണ് പ്രധാനമായിട്ടും അല്ലെ. സോ ഇവിടെ ഓപ്ഷൻ ബി തന്നെയാണ് ഉത്തരം. 1940 നിങ്ങളുടെ ആ ഒരു GTAW വേൾഡ് വാറുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അത് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. 1940 ഡെവലപ്പ് ചെയ്തത്. ഇതിനെ വിളിക്കുന്ന ആദ്യ കാലങ്ങളിൽ ഇതിനെ വിളിച്ചിരുന്ന പേര് ഹീലിയാർക്ക് വെൽഡിംഗ് എന്ന. ഹീലിയാർക്ക്, കാര്യം തുടക്കത്തിൽ നമ്മൾ ഹീലിയം ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഹീലിയം എന്ന് പറയുന്ന ഗ്യാസ് എന്താണ് ഷീൽഡിംഗ് ഇഫക്റ്റ് കൊടുത്തുകൊണ്ടായിരുന്നു തുടക്കത്തിൽ അത് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ പിന്നീടാണ് ആർഗണിലേക്കൊക്കെ നമ്മൾ വന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തുടക്ക കാലഘട്ടങ്ങളിൽ വിളിച്ചിരുന്ന പേരാണ് ഹീലിയാർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഹീലിയാർക്ക് വെൽഡിംഗ്. അപ്പൊ ഹീലിയാർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? GTAW ആണെന്നുള്ളത് അല്ലെങ്കിൽ ടിഗ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും. മറ്റൊരു ചോദ്യം നോക്കി. ഹൗ ഹീറ്റ് അഫക്റ്റഡ് സോൺ ഈസ് കവേർഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫ്രം അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ ഇൻ GTAW? GTAWയില്
നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എഫക്റ്റഡ് സോണിനെ നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, എങ്ങനെ കവർ ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിൾ ചോദ്യമാണ് അല്ലെ. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഇനേർട്ട് ഗ്യാസ്, ഓപ്ഷൻ ബി ഓക്സിജൻ ഗ്യാസ്, ഓപ്ഷൻ സി ഫ്യൂവൽ ഗ്യാസ്, ഓപ്ഷൻ ഡി ആക്റ്റീവ് ഗ്യാസ്. യെസ്, അപ്പോൾ സംശയമൊന്നുമില്ല, എല്ലാവർക്കും ക്ലിയർ ആണ്. ഓപ്ഷൻ എ തന്നെയാണ്, ഇനേർട്ട് ഗ്യാസ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ഇത്തരത്തിൽ ആർഗൺ, ഹീലിയം അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇനേർട്ട് ഗ്യാസുകളാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഓക്കെ, സംശയമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അവിടെ ഈ ഒരു ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റലാണ് നമ്മൾ അവിടെ ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്. ഫില്ലർ മെറ്റൽ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഇലക്ട്രോഡിന്റെ ഫംഗ്ഷൻസ് ഒന്നും ഇല്ല. ഫില്ലിംഗ് അല്ലെങ്കിൽ ഒരു ഫില്ലർ മെറ്റലായിട്ട് തന്നെ ആക്ട് ചെയ്യേണ്ട ഒരു ഇലക്ട്രോഡാണ് ഫില്ലർ മെറ്റലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നീട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇനേർട്ട് ഗ്യാസിന്റെ സപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് ടൈപ്പ് ഓഫ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ വെൽഡിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബൈ ടിഗ് പ്രോസസ് വിത്ത് DC? യെസ് 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 യെസ്. അപ്പൊ ഇവിടെ DC എന്ന് പറയുന്നുണ്ടല്ലേ, DC. അപ്പൊ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ വെൽഡ് ചെയ്യും. അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ടങ്സ്റ്റൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടിഗ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യാൻ കഴിയും. സ്റ്റെയിൻലെസ് സ്റ്റീലിനെ നമ്മൾ വെൽഡ് ചെയ്യുന്നുണ്ട് അല്ലെ, സ്റ്റെയിൻലെസ് സ്റ്റീലിനെ വെൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പലപ്പോഴായിട്ട് നമ്മൾ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അവിടെ നമ്മൾ DC യൂസ് ചെയ്യുന്നു. ഡയറക്റ്റ് കറണ്ട് സ്ട്രെയിറ്റ് പൊളാരിറ്റി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ DCSP നമ്മൾ യൂസ് ചെയ്യുന്നു. അവിടെ പ്രത്യേകത ഇവിടെ എന്താണ്, ഏത് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, അത് പ്യുവർ ടങ്സ്റ്റൺ. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് പ്യുവർ ടങ്സ്റ്റൺ, ഓപ്ഷൻ ബി സിറിയം ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, ഓപ്ഷൻ സി തോറിയേറ്റഡ്, ഓപ്ഷൻ ഡി സിർക്കോണിയം. യെസ്, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഈ എന്താണ് തോറിയേറ്റഡ് ആയിട്ടുള്ള ടങ്സ്റ്റൺ ഇലക്ട്രോഡ് പൂർണ്ണമായിട്ടും നമ്മൾ DC-യിലാണ് യൂസ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും നമ്മൾ DC-യിൽ യൂസ് ചെയ്യുന്ന സംഗതിയാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ തോറിയേറ്റഡ് ആയിട്ടുള്ള ടങ്സ്റ്റൺ ഇലക്ട്രോഡ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാവുക, ഈ പറയുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യാൻ നമ്മൾ യൂസ്. ഇപ്പൊ 2% ഉണ്ട്, 1% ഉണ്ട്. അപ്പം 2% തോറിയേറ്റഡ് ആയിട്ടുള്ള ഉണ്ട്, അതുപോലെ തന്നെ 1% ഉള്ളതും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ടേബിൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെ നമ്മൾ പറയുന്നത് ബേസിക് ആയിട്ട് നമ്മൾ ടിഗുമായി ബന്ധപ്പെട്ട് അല്ലെ, ഓക്കെ, നമുക്ക് ബേസ് മെറ്റൽ നോക്കി അലൂമിനിയം, മഗ്നീഷ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോപ്പർ, നിക്കല് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കോപ്പർ നിക്കൽ അലോയ്സ് നമ്മൾ വെൽഡ് ചെയ്യാറുണ്ട്. മൈൽഡ് സ്റ്റീല്, കാർബൺ സ്റ്റീല്, അലോയി സ്റ്റീല്, ടൈറ്റാനിയം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഒന്നും കാസ്റ്റ് അയണിനെ കുറിച്ചൊന്നും പറയുന്നില്ല. സോ അത് നമുക്കറിയാം ഇത്തരത്തിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ മൈൽഡ് സ്റ്റീല്, കാർബൺ സ്റ്റീല്, അലോയി സ്റ്റീല്, ടൈറ്റാനിയം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. യെസ്, അപ്പൊ ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എന്താണ്, ഈ സ്റ്റീലുമായി ബന്ധപ്പെട്ട് എന്താണ്, ഈ അലോയി സ്റ്റീലിനകത്താണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒക്കെ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് സ്ട്രെയിറ്റ് പൊളാരിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 2% തോറിയേറ്റഡ് ആയിട്ടുള്ള എന്താണ് ആർഗൺ ഗ്യാസോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ തോറിയേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇലക്ട്രോഡാണ് നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പം എന്താണ്, ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, മറ്റു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് കറണ്ട് സപ്ലൈ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ GTAW ഓഫ് അലൂമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്? വളരെ സിമ്പിൾ ചോദ്യം. അഗെയിൻ, അലൂമിനിയം മഗ്നീഷ്യവും നമ്മൾ ഇത്തരത്തിൽ ടിഗ് വെൽഡ് ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക AC കറണ്ട് ആയിരിക്കും. ഹൈ ഫ്രീക്വൻസിയോട് കൂടിയിട്ടുള്ള AC കറണ്ട് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടുത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് കറണ്ട് സപ്ലൈ ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ GTAW ഓഫ് അലൂമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്? യെസ്, ഓഫ് കോഴ്സ് നമുക്കറിയാം ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം, ദാറ്റ് ഈസ് AC. സോ ഇത്തരത്തിൽ AC ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. AC-യുടെ പ്രത്യേകത ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലല്ല, ഇത്തരത്തിൽ ക്ലീനിങ്ങും നടക്കുന്നുണ്ട്, പെനട്രേഷനും, ഹാഫ് ക്ലീനിങ്ങും ഹാഫ് പെനട്രേഷനും ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ, 2 സൈക്കിളായിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അത്തരത്തിൽ ഓക്സൈഡ് ഫോർമേഷൻ കൂടുതലായിട്ടുള്ള മെറ്റീരിയലുകളിലാണ് പൊതുവെ ഇത്തരത്തിൽ AC യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ ഓക്സൈഡിനെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പൊ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി.
That is, it provides cleaning action that removes the oxide layer on the aluminum surface. Okay, fine. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം നോക്കേ. What is the name of the electronic unit that helps to initiate the arc in TIG welding process? TIG welding process-നകത്ത് ആർക്ക് തുടങ്ങുന്നതിന് വേണ്ടി, ആർക്ക് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ആർക്ക് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് യൂണിറ്റ് ഉണ്ട്. സോ ആ ഒരു യൂണിറ്റിന്റെ പേരെന്താന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള AC ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് നമുക്ക് വേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് ഇലക്ട്രോണിക് യൂണിറ്റ്. എന്താണ്? ഹൈ ഫ്രീക്വൻസി യൂണിറ്റ്. ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ആ ഹൈ ഫ്രീക്വൻസി യൂണിറ്റിന്റെ സഹായത്തോടു കൂടി ഹൈ ഫ്രീക്വൻസിയോട് കൂടിയിട്ടുള്ള കറണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ HFAC, ഹൈ ഫ്രീക്വൻസി AC-യുടെ സഹായത്തോടു കൂടി നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോഡ്, അതായത് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് നമ്മളുടെ വർക്ക് പീസിലേക്ക് കൊണ്ട് ടച്ച് ചെയ്തുകൊണ്ട് ആർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കും അല്ലെ. അതായത് ആ ഒരു ടങ്സ്റ്റൺ ഇലക്ട്രോഡ് നമുക്ക് അവിടെ കൊണ്ടുവന്ന് ടച്ച് ചെയ്യാതെ തന്നെ അവിടെ ആർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ ടങ്സ്റ്റന്റെ ആ ഒരു മെറ്റീരിയലൊക്കെ നമ്മുടെ വർക്ക് പീസിലേക്കൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, ചാൻസസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരല്പം എന്താണ് ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എന്താണ് ഈ പറയുന്ന ഹൈ ഫ്രീക്വൻസി കറണ്ട് വരുന്ന സമയത്ത് ആ ഇടയിലുള്ള ആ ഗ്യാപ്പിലുള്ള ആ ഒരു എയറിനെ എന്താണ് അയണൈസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു കണ്ടക്റ്റീവ് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകും. സോ അങ്ങനെയാണ് അവിടെ ഒരു എന്താണ് ഒരു ആർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഹൈ ഫ്രീക്വൻസി യൂണിറ്റിന്റെ പ്രത്യേകത എന്താണ്, അത് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ടിഗ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. which one is added with the tungsten to increase the current carrying capacity? കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കൂട്ടുന്നതിനായി നമ്മൾ ടങ്സ്റ്റണിനകത്ത് ആഡ് ചെയ്യുന്ന ആളാരാണ്? സോ which one is added with tungsten to increase the current carrying capacity? Yes. ശ്രദ്ധിച്ചോളൂ. യെസ്, ഓപ്ഷൻ ബി അയൺ ഓക്സൈഡ് അല്ല. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ദാറ്റ് ഈസ് തോറിയം ഓക്സൈഡ്. ശ്രദ്ധിച്ചോളൂ. അപ്പൊ തോറിയം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്, നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ, തോറിയം ആണ് നമ്മൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ടാവുക, ആ ഒരു കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായി നമ്മൾ തോറിയം ആഡ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ടങ്സ്റ്റൺ വിത്ത് തോറിയം ഓക്സൈഡ് ഈസ് യൂസ്ഡ് വെൽഡിംഗ് ഇൻ വിത്ത് DC. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ DC-യോടൊപ്പമായിരിക്കും നമ്മൾ ടങ്സ്റ്റൺ ദാറ്റ് ഈസ് തോറിയം ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ടാവുക. തോറിയം തന്നെ 1% ഉണ്ട്, 2% ഉണ്ട്. ഈ പറയുന്ന തോറിയം ഓക്സൈഡ് ഇൻക്രീസസ് ദ മാക്സിമം കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. സോ മാക്സിമം current carrying capacity by approximate 45 to 50% for a given electrode. അല്ലെ, ഏകദേശം 50% കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു ബൈ ആഡിങ് തോറിയം ഓക്സൈഡ്. അല്ലെ, ഇൻക്രീസ് ചെയ്യുന്നു തോറിയം ഓക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഈ ടങ്സ്റ്റണോടൊപ്പം തോറിയം ഇട്ട് കഴിഞ്ഞാൽ അവിടെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാം. ഏകദേശം 45 മുതൽ 50% ഇംപ്രൂവ് അല്ലെങ്കിൽ ഇൻക്രീസ് ആണ് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫൈൻ. അപ്പോൾ അത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സ്റ്റേറ്റ് ദ റീസൺ ഫോർ യൂസിങ് ആൻ AC പവർ സോഴ്സ് ഇൻ ടിഗ് വെൽഡിംഗ് പ്രോസസ്. ഇത് മറ്റൊരു ചോദ്യമാണ്, അതേ എക്സാമിന് വന്ന ചോദ്യം. എന്തുകൊണ്ടാണ് നമ്മൾ ടിഗ് വെൽഡിംഗ് പ്രോസസ്സിൽ AC പ്രിഫർ ചെയ്യുന്നത്? സോ സ്റ്റേറ്റ് ദ റീസൺ ഫോർ യൂസിങ് ആൻ AC പവർ സോഴ്സ് ഇൻ ടിഗ് വെൽഡിംഗ് പ്രോസസ്. നമുക്കറിയാം, ടിഗ് വെൽഡിങ്ങിനകത്ത് നമുക്ക് AC യൂസ് ചെയ്യാം, DC യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ AC എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ അലൂമിനിയം വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു AC പവർ സോഴ്സ് ആണ് നമ്മൾ എല്ലായ്പ്പോഴും യൂസ് ചെയ്യുന്നുണ്ടാവുക. എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ചോദ്യം. യെസ്, ഓപ്ഷൻ എ പറഞ്ഞത് ഇറ്റ് ക്ലീൻസ് അലൂമിനിയം ഓക്സൈഡ്. ഓപ്ഷൻ ബി AC വെൽഡിംഗ് ട്രാൻസ്ഫോർമർ ഇസ് ചീപ്പർ മെഷീൻ. നോ ആർക്ക് ബ്ലോ ഇഫക്റ്റ് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോർമർ ഇസ് ഹൈ. ഓക്കെ, സംശയം ഒന്നും നേരത്തെ പറഞ്ഞ പോലെ ക്ലീനിങ് മോഡുണ്ട്, 2 തരത്തിലാണ് അവിടെ. ഒന്ന് പെനട്രേഷൻ മോഡും ഉണ്ടാവും, ഒരു പെനട്രേഷൻ സൈക്കിളും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ക്ലീനിങ് സൈക്കിൾ ആയിരിക്കും. അപ്പൊ ഹാഫ് ക്ലീനിങ്, ഹാഫ് പെനട്രേഷൻ.
അങ്ങനെയാണ് ഇത്തരത്തിൽ ആ ഒരു സൈക്കിൾ പോകുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. അപ്പോൾ അത് AC ആകുമ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവിടെ ക്ലീനിങ് ഓഫ് അലൂമിനിയം ഓക്സൈഡും അവിടെ നടക്കുന്നുണ്ട് ഇവിടെ AC-യിൽ. യെസ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ AC പ്രിഫർ ചെയ്യുന്നത് അല്ലെ. യെസ്, ഓപ്ഷൻ A ആണ് ഉത്തരം. അപ്പൊ ഇത്തരത്തിൽ 2 ഹാഫ് സൈക്കിൾ ആണ് ഇത്തരത്തിൽ AC വേവിനകത്ത്. ഒന്ന് ക്ലീനിങ് ഹാഫ് ആണ്. സോ ക്ലീനിങ് ഹാഫ് എന്ന് പറയുമ്പോൾ നമ്മളെ ടങ്സ്റ്റൺ, ദാറ്റ് ഈസ് ടങ്സ്റ്റണിലേക്ക് പോസിറ്റീവ് വരുമ്പോൾ ക്ലീനിങ് ഹാഫ് വരുന്നുണ്ടാവും. സോ അതുപോലെ തന്നെ ടങ്സ്റ്റൺ നെഗറ്റീവ് വരുന്ന സമയത്ത് അവിടെ പെനിട്രേഷൻ അല്ലെങ്കിൽ പെനിട്രേഷൻ ഹാഫ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ഫൈൻ. അത്തരത്തിലാണ്. അപ്പൊ എപ്പോഴാണ് ക്ലീനിക് ഹാഫ് നടക്കുന്നത് എന്ന് ചോദിക്കാൻ നമുക്ക്, ടങ്സ്റ്റൺ പോസിറ്റീവ് ആവുന്ന സമയത്താണ്. ഓക്കെ, ടങ്സ്റ്റൺ പോസിറ്റീവ് ആവുന്ന സമയത്ത്, ഓക്കെ ടങ്സ്റ്റൺ പോസിറ്റീവ് ആവുന്ന സമയത്തായിരിക്കും അവിടെ ആ ഒരു ഇലക്ട്രോൺസ് നമ്മളുടെ സർഫസിൽ നിന്ന് മുകളിലേക്ക് വരും. അതായത് ആ ഓക്സൈഡ് ഫോർമേഷനിലുള്ള ഇലക്ട്രോൺസ് മുകളിലേക്ക് വരും. പിന്നീട് എന്താണ് രണ്ടാമത്തെ കേസ് നെഗറ്റീവ് ആവുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു അയോൺസ് താഴേക്ക് വരിക ചെയ്യുക അല്ലെ. അപ്പൊ അത്തരത്തിലായിരിക്കും ആ ഒരു മോഷൻ നടക്കുന്നുണ്ടാവുക. അപ്പം ക്ലീനിങ് ഹാഫ് അതുപോലെ തന്നെ പെനിട്രേഷൻ ഹാഫ് എന്താണെന്നുള്ളത് നമുക്കറിയാം. മറ്റു ചോദ്യം, ടിഗ് വെൽഡിംഗ് നോസിൽ ആർ മെയ്ഡ് അപ്പ് ഓഫ്. ടിഗ് വെൽഡിംഗ് നോസിൽ, ടിഗിന്റെ നോസിൽ, ബാക്കി കോമൺ ആയിട്ടുള്ള നോസിലുകളെല്ലാം കോപ്പർ ആണ് നമ്മൾ കണ്ടത്. യെസ്, ടിഗിന് മാത്രമേ പ്രത്യേകത ഉള്ളതാണ്. ദാറ്റ് ഈസ് ടിഗ് വെൽഡിംഗ് നോസിൽ ആർ മെയ്ഡ് ബൈ സെറാമിക് അല്ലെ. സെറാമിക് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. വേണ്ട, ടിഗ് വെൽഡിംഗ് നോസിൽ ആർ മെയ്ഡ് ബൈ സെറാമിക് മെറ്റീരിയൽ. ഓക്കെ, ഇത്തരത്തിലുള്ള സെറാമിക് നോസിലുകളാണ് നമ്മൾ നേരത്തെ കണ്ടു. നോസിലിന്റെ സൈസ് കണ്ടിരുന്നു അല്ലെ. നോസിലിന്റെ ആ ഒരു ഡയമീറ്ററിന്റെ സൈസ് നമ്മൾ കണ്ടിരുന്നു. യെസ്, അതുപോലെ തന്നെ 5 mm മുതൽ 20 mm ആണ് ആ ഒരു ഡയമീറ്റർ സൈസ്. നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മുതൽ 12 എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു അല്ലെ. അപ്പൊ അത്തരത്തിൽ ആ ഒരു സൈസ് കറസ്പോണ്ടിങ് നമ്പർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. കളർ കോമ്പിനേഷൻ, സോറി, കളർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ടങ്സ്റ്റൺ വിത്ത് 2% തോറിയം ടിഗ് വെൽഡിംഗ് ഇലക്ട്രോഡ് ഈസ് ഡാഷ്. യെസ്, കളർ ഐഡന്റിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 2% തോറിയം 1% തോറിയം എന്നൊക്കെ പറഞ്ഞു അല്ലെ. 2% തോറിയം ആണെന്നുണ്ടെങ്കിൽ 2% തോറിയം ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉത്തരമായിട്ട് വരിക റെഡ് ആയിരിക്കും ഉത്തരമായിട്ട് വരിക. 2%. അതല്ല 1% ആണെന്നുണ്ടെങ്കിൽ 1% ആണെന്നുണ്ടെങ്കിൽ അത് യെല്ലോ കളറായിട്ട് ഉണ്ടാവും. ഓറഞ്ച് എന്ന് പറഞ്ഞ സെറിയം ആയിരിക്കും. ഓക്കെ, സെറിയം ആണെന്നുണ്ടെങ്കിലാണ് ഓറഞ്ച് ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. സോ കളർ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇലക്ട്രോഡ്, ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവും. ലാസ്റ്റ് 10 mm ഒന്നെങ്കിൽ ഇത്തരത്തിലുള്ള ബാൻഡോ അല്ലെങ്കിൽ സ്പോട്ടോ ഒക്കെ കൊടുത്തുകൊണ്ടായിരിക്കും നമ്മളത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി അപ്പൊ അത്തരത്തിൽ എന്താണ് ഇവിടെ 2% തോറിയമാണെങ്കിൽ ഉത്തരമായിട്ട് വരിക റെഡ് ആണ്. സോ 2% തോറിയമാണെന്നുണ്ടെങ്കിൽ ഉത്തരമായി വരിക റെഡ് ആണെന്ന് നമ്മൾ ഓർത്തിരിക്കാം. സോ റെഡ് 2% തോറിയം, അവിടെ നമ്മൾ അലോയിങ് എലമെന്റ് തോറിയമാണ്. സോ TH തോറിയം ഓക്സൈഡ്, അവിടെ യൂസ് ചെയ്യുന്ന കറണ്ട് DC. എല്ലായ്പ്പോഴും തോറിയത്തിലെല്ലാം DC തന്നെ ഉള്ളൂ, DC ഉള്ളി. തോറിയം 1% ആയാലും 2% ആയാലും അത് DC മാത്രമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെ. സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ DC യൂസ് ചെയ്തുകൊണ്ടുള്ള തോറിയം അലോയിങ് എലമെന്റ് ആയിട്ടുള്ള ഇലക്ട്രോഡ് യൂസ് ചെയ്യാറുണ്ട്. പിന്നീട് നോക്കിയേ, ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ EWP എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടങ്സ്റ്റൺ ഇലക്ട്രോഡിനെയാണ് റെപ്രസെന്റേഷൻ. ദാറ്റ് ഈസ് P ഫോർ പ്യുവർ അല്ലെ. പ്യുവർ ആയിട്ടുള്ള ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിലായിരിക്കും അത് റെപ്രസെന്റേഷൻ ഉണ്ടാവുക. സോ പ്യുവർ ആണ്, AC-യിലും DC-യിലും യൂസ് ചെയ്യും. ദെൻ സെറിയം ആണെന്നുണ്ടെങ്കിൽ അത് ഓറഞ്ച്, ലാൻതനം ആണെങ്കിൽ ബ്ലാക്ക്, സിർക്കോണിയം ആണെങ്കിൽ ബ്രൗൺ. സോ ഈ കളർക്ക് ഒന്ന് പഠിച്ചു വെക്കുക. ഓരോന്നിന്റെ കളർ കോമ്പിനേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടേബിൾ. ഓക്കെ, കറസ്പോണ്ടിങ് കറണ്ടൂടെ മനസ്സിലാക്കി. കാര്യം AC മാത്രം യൂസ് ചെയ്യുന്ന ഏതാണ്? AC മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത് സിർക്കോണിയം. DC മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന തോറിയം. യെസ്, ബാക്കിയെല്ലാം AC-യും DC-യും നമുക്ക് പോകും. ഓക്കെ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് മോസ്റ്റ്ലി വെൽഡഡ് വിത്ത്. വീണ്ടും ചോദ്യം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് മോസ്റ്റ്ലി വെൽഡഡ് ബൈ ടിഗ് വെൽഡിംഗ് ഇൻ. ഏതാണ് ഉത്തരം വരിക? പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. യെസ്, നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് മോസ്റ്റ്ലി വെൽഡഡ് ബൈ ടിഗ് വെൽഡിംഗ് ഇൻ ഡയറക്റ്റ് കറണ്ട്, സ്ട്രൈറ്റ് പൊളാരിറ്റി, റിവേഴ്സ് പൊളാരിറ്റി, AC അല്ലെ. യെസ്, ഇവിടെ ഉത്തരം എന്താ വരിക? ഡയറക്റ്റ് കറണ്ട്, സ്ട്രൈറ്റ് പൊളാരിറ്റി. യെസ്, അപ്പോൾ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്തരത്തിൽ റെക്കമെൻഡേഷൻ ഡയറക്റ്റ് കറണ്ട്, ഈവൻ
സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് എന്താണ് ഹൈ കറണ്ട് ഹൈ ഫ്രീക്വൻസി AC കറണ്ട് ചെയ്യും. പക്ഷേ റെക്കമെൻഡഡ് ആയിട്ടുള്ളത് എല്ലായ്പ്പോഴും ഡയറക്റ്റ് കറണ്ട് സ്ട്രേറ്റ് ബാറ്ററിയാണ് കേട്ടോ. മറ്റു ചോദ്യം പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളതാണ് EWP. E സ്റ്റാൻഡ്സ് ഫോർ, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. EWP, that is ഇലക്ട്രോഡ് ടങ്സ്റ്റൺ പ്യുവർ, ഇതാണ് EWP എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ എന്തിനാണ് പറയാ? ഇലക്ട്രോഡ് എലമെന്റ് എമിഷൻ റീസെന്റ് ആയിട്ട് നടന്ന ചോദ്യമാണ് അല്ലെ. സോ EWP എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോഡാണ് ഉദ്ദേശിക്കുന്നത്, സംശയമൊന്നുമില്ലല്ലോ. ഇലക്ട്രോഡാണ് അല്ലെ, ഇലക്ട്രോഡാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. യെസ്. അപ്പൊ ഇവിടെ EWP നമ്മൾ കണ്ടു. ഇലക്ട്രോഡ് ടങ്സ്റ്റൺ പ്യുവർ, അതാണ് ഉദ്ദേശിക്കുന്നത് P. അപ്പൊ ഗ്രീൻ കളർ ആണ് പ്യുവർ. AC-യിലും DC-യിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ്. മറ്റേ ചോദ്യത്തിലേക്ക് വരാൻ. ചോദ്യം നോക്കൂ. വൈ ആർ argon and helium suitable as shielding gas in GTAW? GTAW അല്ലെങ്കിൽ പിഗ് വെൽഡിങ്ങിൽ എന്തുകൊണ്ടാണ് ആർഗണും ഹീലിയവും നമ്മൾ സ്യൂട്ടബിൾ ആയിട്ട് ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? യെസ്. ഓപ്ഷൻ സി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ദേ ആർ ആക്റ്റീവ് ഗ്യാസ്. ഓക്കെ, അത് ആക്റ്റീവ് ഗ്യാസ് ആയതുകൊണ്ടാണ്, അല്ല ഇനാക്റ്റീവ് ആയതുകൊണ്ടാണ് അല്ലെ. സോ അത് റോങ് ആണ്. ദേ സപ്പോർട്ട് കമ്പഷൻ. കമ്പഷനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഓക്സിജൻ ഒന്നും അല്ലല്ലോ ഇത്. ഓക്കെ, വിട്ട് കളയാം. ദേ ഡു നോട്ട് കെമിക്കലി റിയാക്ട് വിത്ത് അതർ ഗ്യാസസ്. യെസ്, റൈറ്റ് ആൻസർ ആണ്. അതൊരു കെമിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള അല്ലെ ആ ഒരു ഗ്യാസ് ആണ് ആർഗൺ ആയാലും ഹീലിയം ആയാലും. സോ ദേ ഹാവ് എ സ്ട്രോങ് ഓർഡർ. അത് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെല്ലൊന്നുമില്ല. ഓർഡർലെസ്സും അതുപോലെ തന്നെ കളർലെസ്സുമായിട്ടുള്ള ഗ്യാസുകളാണ് ഈ പറയുന്ന ആർഗണും ഹീലിയം ഒക്കെ. ഓക്കെ, അതും റോങ് ആണ്. യെസ്, ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇത് പ്രോപ്പർട്ടീസ്, ഷീൽഡിംഗ് ഗ്യാസിന്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഒരു ചോദ്യം വന്നത്. സോ ദേ ആർ കളർലെസ്, ഓർഡർലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. ആർഗൺ ഈസ് ഹെവിയർ ദാൻ എയർ ആൻഡ് ഹീലിയം ഈസ് ലൈറ്റർ ദാൻ എയർ. ലൈറ്റർ ആർഗൺ എയറിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഹെവിയർ ആണ്. ഹീലിയം എന്ന് പറയുന്നത് ലൈറ്റർ ദാൻ എയർ ആണ് അല്ലെ, സംശയമൊന്നുമില്ല. സോ ദേ ഡു നോട്ട് കെമിക്കലി റിയാക്ട് വിത്ത് എനി മെറ്റൽസ് ഇൻ ഹോട്ട് ഓർ കോൾഡ് കണ്ടീഷൻ. അല്ലെ, കെമിക്കലി റിയാക്ട് ചെയ്യുന്നില്ല. സോ ദേ ഗീവ് എ ഗുഡ് ഷീൽഡിംഗ് ആക്ഷൻ ഫോർ മോൾട്ടൺ മെറ്റൽ ഫ്രം അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഷീൽഡിംഗ് ഇഫക്റ്റ് നമുക്ക് തരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഇത് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടാണ്, മനസ്സിലാക്കിയിരുന്നാൽ മതി. മറ്റു ചോദ്യം. ഹെവി ഡ്യൂട്ടി പിഗ് വെൽഡിംഗ് ഓപ്പറേഷൻസ് ടിപ്പിക്കലി റിക്വയർ. ഹെവി ഡ്യൂട്ടി പിഗ് വെൽഡിംഗ് ഓപ്പറേഷൻസ് typically requires air cooling, water cooling, no cooling, sand cooling system. Yes. ഇവിടെ ഹെവി ഡ്യൂട്ടി ഉണ്ട്, ലൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ഹെവി ഡ്യൂട്ടി ടിഗ് വെൽഡിംഗ് ഓപ്പറേഷൻസിലൊക്കെ നമുക്ക് വേണ്ടുന്നത് വാട്ടർ കൂളിംഗ് സിസ്റ്റം തന്നെയാണ്. അപ്പൊ നമ്മൾ ടോർച്ചസിന്റെ ഒക്കെ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ് ടു 200 ആംസ് അല്ലെ, 200 ആംപ് ഒക്കെ നമ്മൾ ലൈറ്റ് ഡ്യൂട്ടി ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാകും. 200 ആമ്പിന് മുകളിലേക്ക് പോകുമ്പോൾ അത് ഹെവി ഡ്യൂട്ടി ആയിരിക്കും. 200 ആമ്പിന് താഴെയൊക്കെ നമ്മൾ എയർ കൂൾഡ് ടോർച്ചസും സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യും. 200 ആംസിന് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിലേക്ക് മാറും അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. സോ വാട്ടർ കൂൾഡ് ടോർച്ചസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 200-ന് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം, വാട്ടർ കൂൾഡ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാം. മറ്റു ചോദ്യം. GTAW പ്രോസസ് ക്യാൻ പ്രൊഡ്യൂസ് ടെമ്പറേച്ചർ അപ് ടു ഡാഷ് 1000, 3000, 2000, 4000 ഡിഗ്രി സെൽഷ്യസ്. ഒരു കൺഫ്യൂഷൻ ആ കാര്യം. ടെക്സ്റ്റ് ബുക്കിൽ ഡിഗ്രി ഫാരൻഹീറ്റും കിടപ്പുണ്ട്, ഡിഗ്രി സെൽഷ്യസും അപ്പുറമായിട്ട് കിടപ്പുണ്ട്. അപ്പൊ അത് ഫാരൻഹീറ്റ് ഒരു എന്താണ് റോങ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. 3000 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നുണ്ടാവുക കേട്ടോ. 3000 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. സപ്പോസ് നമ്മളുടെ എന്താണ് എക്സാമിന് എല്ലാം ഡിഗ്രി ഫാരൻഹീറ്റ് കൊടുത്തുകൊണ്ടാണ് ഉത്തരം വരുന്നുണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കാം. ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റ് ഒരുപോലെ വരാൻ സാധ്യതയില്ല. അപ്പൊ അവിടെ ഒന്നെങ്കിൽ മൊത്തത്തിൽ ഡിഗ്രി ഫാരൻഹീറ്റിനകത്ത് 3000 ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുത്തോളൂ. കാര്യം അത് ചിലപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. നോർമൽ കേസ് ഇത്തരത്തിൽ 3000 ഡിഗ്രി സെൽഷ്യസ് തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതോടെ മനസ്സിലാക്കി വെക്കുക. യെസ്, ഓക്കെ ആണോ? ക്ലിയർ ആണോ? മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇൻ പിഗ് വെൽഡിംഗ് suppressors are connected between. In pig welding, suppressors are connected between option A,
cylinder and torch. Option B, transformer and torch. Option C, transformer and cylinder. Option D, torch and pressure regulator. Suppressors. Yes. നമ്മുടെ ഉത്തരം നോക്കുള്ളൂ. ഉത്തരം ഓപ്ഷൻ ബി തന്നെയാണ്, ട്രാൻസ്ഫോമർ ആൻഡ് ടോർച്ച്. ട്രാൻസ്ഫോമർ ആൻഡ് ടോർച്ച് ആണ്. ഓക്കെ. ടിഗ് വെൽഡിങ്ങില് സപ്രസേഴ്സ് ഉണ്ട്. സപ്രസേഴ്സ് ഉദ്ദേശിക്കുന്ന ഹൈ ഫ്രീക്വൻസി സപ്രസേഴ്സ് ആണ്. ഹൈ ഫ്രീക്വൻസി സപ്രസേഴ്സ് ആർ കണക്റ്റഡ് ബിറ്റ്വീൻ ട്രാൻസ്ഫോമർ ആൻഡ് ടോർച്ച്. ട്രാൻസ്ഫോമറിനും അതായത് നമ്മുടെ വെൽഡിംഗ് മെഷീനും ടോർച്ചിനും ഇടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ഒരു സപ്രസർ ഘടിപ്പിക്കുന്നുണ്ടാകും. ഇവിടെ ടിഗ് വെൽഡിങ്ങിൽ. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈ ഫ്രീക്വൻസി കറണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഹൈ ഫ്രീക്വൻസി കറണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ. കാര്യം കറണ്ടിന്റെ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഹൈ ഫ്രീക്വൻസി കറണ്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അത് ഏതൊരു മെഷീൻ ആയിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ ഇത്തരത്തിൽ ആ ഒരു സപ്രസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ഹൈ ഫ്രീക്വൻസി സപ്രസേഴ്സ് സംടൈംസ് കോൾഡ് RF ചോക്ക് ഓർ ഫിൽട്ടർ. RF ചോക്ക് എന്നോ ഫിൽട്ടർ എന്നോ അറിയപ്പെടാറുണ്ട്. യെസ്. ഈ പറയുന്ന സപ്രസേഴ്സിന്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലോക്സ് ദ ഹൈ ഫ്രീക്വൻസി കറണ്ട് ഫ്രം ഫ്ലോയിങ് ബാക്ക്വേർഡ് ഇൻ ടു ട്രാൻസ്ഫോമർ ഓർ പവർ സോഴ്സ്. തരത്തിൽ മുന്നോട്ട് വരുന്ന കറണ്ട് തിരിച്ച് മെഷീനിലേക്ക് പോകുന്നത് തടയാൻ നമ്മളെ സഹായിക്കാറുണ്ട് സപ്രസേഴ്സ്. അതുപോലെ തന്നെ ഈ പറയുന്ന സപ്രസേഴ്സിന്റെ സഹായത്തോടുകൂടി അലോസ് നോർമൽ വെൽഡിംഗ് കറണ്ട് ടു ഫ്ലോ വിത്തൗട്ട് റെസ്ട്രിക്ഷൻ, പ്രൊട്ടക്ട് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഇൻസൈഡ് ദ വെൽഡിംഗ് യൂണിറ്റ്. അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഈ ഹൈ ഫ്രീക്വൻസി വരുന്നതുകൊണ്ട് തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഒക്കെ വന്നിട്ട് മറ്റ് മെഷീനുകൾക്കൊക്കെ കംപ്ലൈന്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ട്രാൻസ്ഫോമർ ആൻഡ് ടോർച്ച്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന ഹൈ ഫ്രീക്വൻസി കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഒന്നെങ്കിൽ ആ കറണ്ട് ഹൈ ഫ്രീക്വൻസി കറണ്ട് തിരിച്ച് ഒരു പുറകോട്ട് വരാനുള്ള സാധ്യത, തിരിച്ച് മെഷീനിലേക്കോ അല്ലെങ്കിൽ മറ്റ് കമ്പോണന്റുകളിലേക്കോ ഈ കറണ്ട് കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് നമ്മളുടെ ടോർച്ചിലേക്ക് മാത്രം ഈ ഹൈ ഫ്രീക്വൻസി കറണ്ടിനെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ധർമ്മം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നോർമൽ വിത്തൗട്ട് മറ്റ് AC DC ഫ്ലോയ്ക്കൊക്കെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് ഫ്ലോ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഉള്ളിലുള്ള മറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വെൽഡിംഗ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് മറ്റ് ഇലക്ട്രിക്കൽ കമ്പോണൻസുകളിലേക്ക് ഈ പറയുന്ന HF AC കടത്തി വിട്ടുകൊണ്ട് ആ ഒരു കമ്പോണന്റുകൾ നാശമാവാതിരിക്കാൻ സഹായിക്കുന്നു. മറ്റ് മെഷീനുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും ഇന്റർഫറൻസും ഒക്കെ അത് ഹൈ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും. സോ അതിന്റെ ഭാഗമായിട്ട് മറ്റ് മെഷീനുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നു. ഓക്കെ. അത് നമ്മൾ ഘടിപ്പിക്കുന്നുണ്ടാവുക ട്രാൻസ്ഫോമറിനും ടോർച്ചിനും ഇടയിലായിട്ടായിരിക്കും. മനസ്സിലാക്കിയിരുന്നാൽ മതി. ഈ പറയുന്ന HF യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഓർത്തിരിക്കുക. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ടെക്സ്റ്റുകൾ അങ്ങനെ എടുത്തൊന്നും പറയുന്നില്ല എങ്കിൽ ഓക്കെ ആണോ? ഓക്കെ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The type of welding current are used for GTAW. The type of welding current used for GTAW. Direct current, electrode negative, yes, electrode positive, AC, all of the. സംശയമൊന്നും വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് AC-യും DC-യും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോഡ് നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, AC ആയിക്കോട്ടെ. ഇലക്ട്രോഡ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ റിവേഴ്സ് പൊളാരിറ്റി, ഇലക്ട്രോഡ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് പൊളാരിറ്റി, AC മൂന്നും നമ്മൾ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. GTAW-ൽ മൂന്നും പോകും എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം. ഇൻ ദ GTA പ്രോസസ് ഓൾമോസ്റ്റ് the amount of slag will be in GTAW process, the amount of slag formed will be more, less, medium, not available. Yes. സംശയമൊന്നും വേണ്ട, നമുക്കറിയാം അല്ലെ. ഇത്തരത്തിൽ GTAW-ൽ പ്രത്യേകിച്ച് ഫ്ലക്സ് യൂസ് ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം, അവിടെ പ്രത്യേകിച്ച് ഫ്ലക്സ് യൂസ് ചെയ്യുന്നില്ല. കാര്യം അവിടെ ഷീൽഡിംഗ് ഇഫക്റ്റിന് നമ്മൾ ഷീൽഡിംഗ് ഗ്യാസസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സ്ലാഗ് ഫോർമേഷൻ ഇല്ല എന്ന് പറയാം. സോ ക്ലീൻ ആയിട്ടുള്ള ഒരു വെൽഡറിംഗ് കിട്ടുന്നുണ്ടാവുക. യെസ്, നോട്ട് അവൈലബിൾ ആണ്. സ്ലാഗ് എന്ന് പറയുന്ന സാധനം അവിടെ കിട്ടാൻ സാധ്യതയില്ല. സോ ഓപ്ഷൻ ഡി വിൽ ബി റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം. വൈ ഡസ് GTAW പ്രൊഡ്യൂസ് ഫ്യൂവർ ഫ്യൂംസ് than other welding process? Why does GTAW produce fewer fumes than other welding process?
മറ്റ് വെൽഡിംഗ് പ്രോസസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം ഫ്യൂംസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇവിടെ GTW. എന്തുകൊണ്ടാണ്? യെസ് നേരത്തെ പറഞ്ഞ കേസാണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് യൂസസ് കോട്ടഡ് ഇലക്ട്രോഡ് അല്ലെ? കോട്ടഡ് ഇലക്ട്രോഡ് കൊണ്ടാണോ? അല്ല, അത് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് അല്ല. ബിക്കോസ് ആർക്ക് ഈസ് ഫുള്ളി സബ്മേർജ്ഡ് അണ്ടർ വാട്ടർ, സംഭവം ഒന്നുമില്ല. ബിക്കോസ് ഇറ്റ് യൂസ് നോ ഫ്ലക്സ്, ഫ്ലക്സ് യൂസ് ചെയ്യുന്നില്ല. ബിക്കോസ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ബേൺസ് ക്ലീൻലി, ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ബേൺ ചെയ്യുന്നില്ല. സോ അതും റോങ് ആണ്. യെസ്, ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ബിക്കോസ് ഇറ്റ് യൂസ് നോ ഫ്ലക്സ് അല്ലെ? ഫ്ലക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഫ്യൂംസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നുള്ള ഓർത്തിരുന്നാൽ മതി. ഓപ്ഷൻ സി ആണ് ഉത്തരം. മറ്റു ചോദ്യം, വിച്ച് ഗ്യാസ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ടിഗ് വെൽഡിംഗ് ആസ് എ ഷീൽഡിംഗ് ഗ്യാസ്? ഏതാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷീൽഡിംഗ് ഗ്യാസ്? ഓക്സിജൻ, നൈട്രജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്? സംശയമൊന്നുമില്ല, വളരെ സിമ്പിൾ ചോദ്യമാണ്. സോ ആർഗൺ ആണ് നമ്മളുടെ ഉത്തരം. സോ വിച്ച് ഗ്യാസ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ടിഗ് വെൽഡിംഗ് ആസ് എ ഷീൽഡിംഗ് ഗ്യാസ്? നമ്മൾ ആർഗൺ യൂസ് ചെയ്യാറുണ്ട്, ഹീലിയം യൂസ് ചെയ്യാറുണ്ട്. സോ അതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉത്തരം ആർഗൺ ആണ്. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം, വാട്ട് ഈസ് ദ primary purpose of shielding gas in TIG welding? What is the primary purpose of shielding gas in TIG welding? Yes, primary purpose shielding gas inde endana purpose? Option A, to cool the weld area. Alla. To protect the weld from atmospheric contamination. Correct aanu. To increase the welding speed. ശരിയാണ്. സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീലിയം യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു പ്രൈമറി പർപ്പസ് അല്ല. കൺഫ്യൂഷൻ ആവാം ഒരു പക്ഷേ. ആർക്ക് സ്റ്റെബിലൈസ് ദ ആർക്ക് അല്ലെ? ഇത്തരത്തിൽ നമുക്ക് എന്താണ് ഇവിടെ പ്രൈമറി പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്ത് തന്നെയാണ്? യെസ്, ഓപ്ഷൻ ബി ആണ്. ടു പ്രൊട്ടക്ട് ദ വെൽഡ് ഫ്രം അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ. മറ്റൊരു ചോദ്യം, ഇൻ ടിഗ് വെൽഡിംഗ് which polarity is commonly used for welding magnesium? Magnesium weld ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുക? DCEN, DCEP, AC, none of them. അയ്യോ ശരണേ, ജുബിത്തെ, നമ്മൾ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു. അലൂമിനിയവും മഗ്നീഷ്യവും. യെസ്. ഓക്കെ, അലൂമിനിയവും മഗ്നീഷ്യവും നമ്മൾ ഏതാ യൂസ് ചെയ്യുക? AC അല്ലെ? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് യൂസ്. അലൂമിനിയവും മഗ്നീഷ്യവും AC. Yes. അവിടെ പ്രിഫേർഡ് വെൽഡിംഗ് കറണ്ട് ഫോർ അലൂമിനിയം ആൻഡ് മഗ്നീഷ്യം ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഹൈ ഫ്രീക്വൻസി ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? യെസ്. മറ്റു ചോദ്യം നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ടിഗ്? ടിഗിന്റെ ഒരു പോരായ്മ എന്താണ്? Produce a lot of fumes, limited to ferrous metals only, slow welding speed, high level of spatters. സോ ടിഗ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പോരായ്മ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വളരെ സ്ലോ വെൽഡിങ് സ്പീഡാണ് ഉണ്ടാവുക. സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ബേസിക്കലി അല്ലെ? സ്ലോ പ്രോസസ്സാണ്. സ്ലോ വെൽഡിങ് സ്പീഡാണ് ഈ ടിഗിന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞ ഡിസഡ്വാൻറ്റേജ് അല്ലെ? കറക്റ്റ് ആണ്, ഓർത്തിരിക്കാം. അപ്പൊ ഡിസഡ്വാൻറ്റേജുമായി ബന്ധപ്പെട്ട് നോക്കി, സ്ലോ ട്രാവൽ സ്പീഡ് ആൻഡ് അതർ പ്രോസസ്. മറ്റുള്ള പ്രോസസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ട്രാവൽ സ്പീഡ് വളരെ കുറവാണ്. ലോവർ ഫില്ലർ മെറ്റൽ ഡിപ്പോസിഷൻ റേറ്റ്. ഇവിടെ ആ ഒരു ഫില്ലർ മെറ്റൽ ഡിപ്പോസിഷൻ റേറ്റ് വളരെ സ്വാഭാവികമായിട്ടും ട്രാവൽ സ്പീഡ് കുറയുമ്പോൾ റേറ്റും കുറയും. ഹാൻഡ് ഐ കോർഡിനേഷൻ ഈസ് റിക്വയർഡ്. വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ബ്രൈറ്റർ UV റേസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അൾട്രാ വയലറ്റ് റേസ് യൂസ് വരുന്നുണ്ട്. ഓക്കെ, എക്യുപ്മെന്റ് കോസ്റ്റ് കൂടുതലാണ്. ഇതൊക്കെ ഡിസഡ്വാൻറ്റേജ്. കോസ്റ്റ് കൂടുതലാണ്, ബ്രൈറ്റർ ആയിട്ടുള്ള UV റേസ് വരും, ഹാൻഡ് ഐ കോർഡിനേഷൻ കൃത്യമായിട്ട് വേണം, ഫില്ലർ മെറ്റൽ ഡിപ്പോസിഷൻ റേറ്റ് വളരെ കുറവാണ്, സ്പീഡ് വളരെ കുറവാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള പോരായ്മകളുണ്ട്. പിന്നീട് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ കോൺസെൻട്രേഷൻ ഓഫ് ഷീൽഡിംഗ് ഗ്യാസ്, ഇത്തരത്തിൽ നമ്മൾ അടച്ചിട്ട റൂമിനുള്ളിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഷീൽഡിംഗ് ഗ്യാസ് നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ വെന്റിലേഷനും ഒക്കെ നമ്മൾ സാധാരണ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ റെസ്പിറേറ്റർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫൈൻ. കൺഫൈൻഡ് ഏരിയയിൽ വെൽഡ് ചെയ്യുമ്പോഴേ ഉള്ളൂ ബുദ്ധിമുട്ട് പ്രധാനമായിട്ടും വരുന്നുണ്ടാവുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് റോൾ ഡസ് ദ ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് പ്ലേ ഇൻ ടിഗ് വെൽഡിംഗ്?
ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് ടിഗ് വെൽഡിങ്ങിൽ എന്താണ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ റോള്? യെസ് യെസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പോയിന്റുകളൊക്കെ നമ്മൾ ഓൾറെഡി റിഫ്രഷ് ചെയ്തിട്ടുണ്ട് അല്ലെ. സ്റ്റെബിലൈസ് ദ ആർക്ക് ഫോർ DC, സ്റ്റാർട്ട് ദ ആർക്ക് വിത്തൗട്ട് കോണ്ടാക്ട്. സോ സ്റ്റാർട്ട് ദ ആർക്ക് വിത്തൗട്ട് കോണ്ടാക്ട് അല്ലെ, കോണ്ടാക്ട് ഒന്നും ഉണ്ടാവാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് അതിന് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയതാണ് അല്ലെ. യെസ്, ഹൈ ഫ്രീക്വൻസി AC അല്ലെ. HF is used to initiate the welding arc without physically touching the tungsten electrode to the workpiece. അല്ലെ, ഫിസിക്കലി ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ആർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നോൺ കോണ്ടാക്ട് ആർക്ക് സ്റ്റാർട്ട് എന്ന് വിളിക്കുക. നോൺ കോണ്ടാക്ട് ആർക്ക് സ്റ്റാർട്ട് എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? HF ഹൈ ഫ്രീക്വൻസി യൂണിറ്റിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെ. പ്രിവെന്റ് ദ കണ്ടാമിനേഷൻ ഓഫ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആൻഡ് വെൽഡ് പൂൾ അല്ലെ. ഇത്തരത്തിൽ ടങ്സ്റ്റൺ വന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആ ഒരു എന്താണ് കണ്ടാമിനേഷൻ നടക്കുന്നുണ്ടാകും. സോ അത് ഒഴിവാക്കാൻ സാധിക്കും. മനസ്സിലാക്കിയിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം, ഇനേർട്ട് ഗ്യാസസ് which one produces deepest penetration in TIG welding? ഇനേർട്ട് ഗ്യാസിനകത്ത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹീലിയം, ആർഗൺ. യെസ്, ഇനേർട്ട് ഗ്യാസ് which one produce deepest penetration in TIG welding? യെസ്, സംശയമൊന്നും വേണ്ട, അത് ആർഗൺ തന്നെയാണ്. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്, ഇത്തരത്തിൽ ആർഗണിന്റെ കാര്യം തന്നെയാണ് എടുത്ത് പറയുന്നത്, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ. ഇത്തരത്തിൽ ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇവിടെ അല്ലെ. സോ ഇനേർട്ട് ഗ്യാസ് വിച്ച് വൺ പ്രൊഡ്യൂസ് ദ ഡീപ്പസ്റ്റ് പെനട്രേഷൻ ഇൻ TIG വെൽഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ D ആർഗൺ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. യെസ്, അപ്പൊ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ദാറ്റ് ഈസ് ആർഗൺ ഗ്യാസ് ഗീവ്സ് മോർ പെനട്രേഷൻ ദാൻ ഹീലിയം അല്ലെ. അവിടെ അങ്ങനെ എടുത്ത് പറയുന്നുണ്ട്, മനസ്സിലാക്കിയിരുന്നാൽ മതി. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഹീലിയം ഗ്യാസ് is best suited for welding thicker metal because പെനട്രേഷൻ ഏറ്റവും കൂടുതൽ ആർഗൺ എന്ന് പറഞ്ഞു. തിക്കർ മെറ്റൽസ്, കട്ടി കൂടിയിട്ടുള്ള മെറ്റലുകൾ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത്, ടിഗ് വെൽഡ് ചെയ്യുന്ന സമയത്ത് ഹീലിയം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ ഹൈ ഗ്യാസ് വോളിയം, ഓപ്ഷൻ ബി ഹൈ ആർക്ക് വോൾട്ടേജ്, ഓപ്ഷൻ സി ലോ ഗ്യാസ് വോളിയം, ഓപ്ഷൻ ഡി ലോ ആർക്ക് വോൾട്ടേജ്. യെസ്, സംശയമൊന്നും വേണ്ട, ഹീലിയത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഹൈ ആർക്ക് വോൾട്ടേജ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹൈ ആർക്ക് വോൾട്ടേജ്. ഓപ്ഷൻ ബി ഹൈ ആർക്ക് വോൾട്ടേജ്. സോ ഹീലിയം ഗ്യാസ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ വെൽഡിംഗ് തിക്കർ മെറ്റൽസ്. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇവിടെ ഹീലിയം ഗ്യാസ് തിക്കർ മെറ്റൽസിന് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഹൈ ആർക്ക് വോൾട്ടേജ് ഹീലിയത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹീലിയവുമായി ബന്ധപ്പെട്ടാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ഹൈ ആർക്ക് വോൾട്ടേജ്, രണ്ട് സ്മോൾ ഹീറ്റ് എഫക്റ്റഡ് സോൺ അല്ലെ, വളരെ നാരോ ആയിരിക്കും, ഹീറ്റ് എഫക്റ്റഡ് സോൺ വളരെ കുറവായിരിക്കും. ഗ്യാസിന്റെ വോളിയം, ഹൈ ഗ്യാസ് വോളിയം റിക്വയർഡ് അല്ലെ, ഹൈ ഗ്യാസ് വോളിയം റിക്വയർഡ്. കാര്യം അത് ലൈറ്റ് ആയിട്ടുള്ള ഒരു മെറ്റൽ എന്താണ് ഗ്യാസ് ആയതുകൊണ്ട് കൂടുതൽ വോളിയം നമുക്ക് വേണം. പിന്നെ ഓട്ടോമാറ്റിക് വെൽഡിംഗ് നമുക്ക് പോസിബിൾ ആണ് അല്ലെ. സോ വെൽഡിംഗ് സ്പീഡ് ഈസ് മോർ ദാൻ 60 cm/minute. സോ എന്താണ് ഓട്ടോമാറ്റിക് വെൽഡിംഗിൽ നമുക്ക് സ്പീഡ് 60 cm/minute കൂടുതൽ നല്ല സ്പീഡിൽ നമുക്ക് വെൽഡ് ചെയ്യാൻ സാധിക്കും. അതായത് കമ്പാരിറ്റീവ്ലി നല്ല വെൽഡിംഗ് സ്പീഡ് കിട്ടുന്നത് ഹീലിയത്തിലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോരായ്മ, ഡിസഡ്വാൻറ്റേജ് ടിഗിന്റെ ഒരു പോരായ്മ സ്പീഡ് കുറവാണെന്നുള്ളതാണ്. സോ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഹീലിയം, സോ ഇത്തരത്തിൽ ഹീലിയം നമ്മൾ ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് സ്പീഡ്